ഹായ് ഗായ്സ്, ഗലിബ്രോന്ന് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 12th വീക്ക് വിഷനിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇന്നലെ രാത്രിയോടെ ഹോട്ട്സ്റ്റാറിൽ ആരംഭിച്ചിരിക്കുന്നത്. നമ്മളെന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ മുമ്പിലുള്ളത് 7 മത്സരാർത്ഥികളാണ് നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. ഈ 7 പേരിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണോ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക. കാരണം 7 പേരും സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആര് പുറത്തു പോകുമെന്ന് നിർവചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. നിങ്ങളുടെ വോട്ടിംഗ് ആണ് അത് നിർണ്ണയിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി ജിയോ ഹോട്ട്സ്റ്റാർ ആപ്പിൽ കയറി തന്നെ വോട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കൂടെ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വരുമണിക്കൂറിൽ കൃത്യമായിട്ടുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതോടൊപ്പം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇന്ന് 3 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അത് അനിമോൾ തന്നെയാണ് തുടർന്ന്. തുടക്കത്തിൽ ഒന്ന് പതറി തൻ്റെ 1ാം പൊസിഷൻ നഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് അനീഷിൽ നിന്ന് പിടിച്ചെടുത്തതിന് ശേഷം പിന്നിലേക്ക് പോയിട്ടില്ല. നല്ലൊരു മുന്നേറ്റമാണ് അനിമോളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. 19,100 വോട്ട് നേടി 1ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 2ാം പൊസിഷനിൽ അനീഷ് തന്നെയാണ് തുടരുന്നത്. അനീഷിന് 1ാം പൊസിഷൻ നഷ്ടപ്പെട്ടതിന് ശേഷം തിരിച്ചു പിടിക്കാൻ ആദിയിട്ടില്ല. എന്നിരുന്നാൽ കൂടെ ഇപ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏത് മണിക്കൂർ വേണമെങ്കിലും എന്തും സംഭവിക്കാം. അത്തരത്തിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനമാണ് അനീഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. 18,700 വോട്ട് നേടി 2ാം പൊസിഷനിലാണ് തുടരുന്നത്. 3ാം പൊസിഷനിൽ നൂറയാണുള്ളത്. നൂറയ്ക്ക് അനീഷിനെ എത്തിപ്പിടിക്കാൻ തക്ക വിധത്തിൽ വോട്ട് കിട്ടിയിട്ടില്ല. എന്നിരുന്നാൽ കൂടെ 3ാം പൊസിഷനിൽ സുരക്ഷിതമായി തന്നെ തുടരുകയാണ്. 15,101 വോട്ടാണ് നേടിയിരിക്കുന്നത്. 4ാം പൊസിഷനിൽ ആര്യനാണുള്ളത്. ആര്യൻ ഇപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു വോട്ടിംഗ് ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നിലേക്ക് തന്നെ വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശക്തമായ ഒരു മുന്നേറ്റം ആവശ്യമാണ്. 14,250 വോട്ട് നേടി 4ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 5ാം പൊസിഷനിൽ അക്ബറാണ് ഉള്ളത്. അക്ബറും നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് കുറവാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. വരും മണിക്കൂറിലുള്ള വോട്ടിംഗ് ആശ്രയിച്ചിരിക്കും അക്ബറിൻ്റെ ഭാവി. ഇപ്പോൾ 13,008 വോട്ട് നേടി 5ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 6ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റം നടത്തി നെവിൻ കയറി വന്നതാണ് എല്ലാവരും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. സാബുമാനെ അട്ടിമറിച്ചുകൊണ്ടാണ് തൻ്റെ 6ാം പൊസിഷൻ വീണ്ടും തിരിച്ചു പിടിച്ചിരിക്കുന്നത്. ഇപ്പം 12,777 വോട്ട് നേടി 6ാം പൊസിഷനാണുള്ളത്. 7ാം പൊസിഷനിൽ സാബുമാനാണുള്ളത്. ഇത്തവണ സാബുമാനോ ലെവിനോ ഇവർ രണ്ടുപേരിൽ ആര് പുറത്തു പോകുമെന്ന് വരും മണിക്കൂറിലുള്ള വോട്ടിംഗ് ആണ് നിർണ്ണയിക്കുക. കാരണം ഇവർ രണ്ടുപേരും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 12,609 വോട്ട് നേടി ഇപ്പോൾ 7ാം പൊസിഷൻ എന്ന ഡേഞ്ചർ സോണിൽ ആണ് സാബുമാൻ.